എനിക്കിത് എങ്ങനെ മരിച്ചെന്നുള്ളത് എനിക്ക് അറിയണം. അത്രയും വെള്ളമുള്ള ഒരു സ്ഥലത്ത് ഇതുവരെ അങ്ങനെ ആരും മുങ്ങി മരിച്ച് ഞാൻ കേട്ടു. 2:30 മണിക്ക് സംഭവം നടക്കുന്നെങ്കിലും 3 മണിക്ക് തന്നെ അവരെല്ലാരും ഫോണിൽ ആദരാഞ്ജലിയും. എന്തായാലും ബോട്ടിൽ നിന്ന് സെൽഫി എടുത്ത് വെള്ളത്തിൽ വീണെങ്കിലും മോന്റെ ഫോണല്ലേ മുമ്പേ പോകാനുള്ളത്. ഫോണ് കൂട്ടുകാരുടെ കയ്യിലുണ്ട്, എന്നിട്ടും രക്ഷിക്കാൻ പറ്റിയില്ല. പക്ഷെ ഈ വള്ളക്കാരനും ഇതിൽ പ്രതിയാണ്, വള്ളക്കാരനും. ഇതിൽ ദുരൂഹതയുണ്ട്, ഉന്നതരുടെ ഇടപെടലുകൾ ഇതിൽ ഉണ്ടായിട്ടുണ്ട്. സീതത്തോട് പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലെ ഹെൽത്ത് ഇൻസ്പെക്ടറും കൊല്ലം കടക്കൽ സ്വദേശിയുമായ ലാൽകൃഷ്ണയുടെ മരണത്തെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം വേണമെന്നാണ് കടക്കൽ SNDP യൂണിയൻ സെക്രട്ടറി ചന്ദ്രബോസ് ആവശ്യപ്പെടുന്നത്. ഈ ലാൽകൃഷ്ണയുടെ മരണം കൊലപാതകമാണെന്ന് ഇത്രയേറെ സംശയിച്ചാൽ അല്ലെങ്കിൽ ഇങ്ങനെ ഉറപ്പിച്ചു പറയേണ്ട പ്രധാന കാരണം എന്താണ്? ലാൽകൃഷ്ണയുടെ മരണം കൊലപാതകമാണോ സാധാരണ മരണമാണോ എന്നുള്ളതിനെ സംബന്ധിച്ച് ആളുകളുടെ ഇടയിൽ വലിയ സംശയങ്ങളുണ്ട്. സീതത്തോടിലെ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലെ ഹെൽത്ത് ഇൻസ്പെക്ടറായ ലാൽകൃഷ്ണ കൂട്ടുകാരോടൊപ്പം മൺട്രോത്തുരുത്തിൽ പോയി അവിടെ വെച്ച് വെള്ളത്തിൽ മുങ്ങി മരിച്ചു എന്നാണ്, മൺതിട്ടയിൽ നിന്ന് പുറകോട്ട് മലന്നു വീണ് മരിച്ചു എന്നാണ് പോലീസിൻ്റെ FIR-ലുള്ളത്. നല്ല ആരോഗ്യമുള്ള ഒരു ചെറുപ്പക്കാരൻ എന്ന നിലയിൽ അദ്ദേഹത്തെ മരണത്തെ സംബന്ധിച്ച് കൂടെ ഉണ്ടായിരുന്ന ആളുകൾ അവരുടെ വീട്ടുകാരോടോ മറ്റ് പൊതുസമൂഹത്തോടോ ഇതെങ്ങനെയാണ് നടന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് വ്യക്തമായ ഒരു വിവരം പറഞ്ഞിട്ടില്ല. അതേ സംബന്ധിച്ച് വീട്ടുകാർക്ക് വളരെയേറെ സംശയമുള്ള സാഹചര്യത്തിലാണ് അതിനെ സംബന്ധിച്ച് അന്വേഷിക്കണമെന്ന് SNDP യൂണിയൻ പ്രസിഡന്റ് എന്ന നിലയിൽ സർക്കാരിനോടും പോലീസിനോടും ഞാൻ ആവശ്യപ്പെട്ടത്. 1970 പാങ്ങലുകാട് SNDP ശാഖയിലെ അംഗമാണ് ലാൽകൃഷ്ണയുടെ കുടുംബം. ആ കുടുംബത്തിൻ്റെ ഒരു അത്താണിയായിരുന്നു ലാൽകൃഷ്ണ. ലാൽകൃഷ്ണയുടെ അച്ഛന് 7 വർഷം മുമ്പ് ഗൾഫിൽ വെച്ച് ജോലിയായിരുന്നു, മരണപ്പെട്ടു പോയി. അനിയൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ കുടുംബത്തിൻ്റെ ഒരു അത്താണിയായ ആ ലാൽകൃഷ്ണയുടെ മരണത്തെ സംബന്ധിച്ച് വീട്ടുകാർക്ക് അവരോടൊപ്പം ആ യാത്രയിൽ പങ്കെടുത്ത മറ്റ് ആളുകൾ വ്യക്തമായി ഇതുവരെ ഒരു വിവരവും ഈ നിമിഷം വരെ പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും ഒരു അന്വേഷണം നടത്തി അത് എന്താണ് മരണകാരണം എന്നുള്ളതിനെ സംബന്ധിച്ച്, എങ്ങനെയാണ് സംഭവിച്ചത് എന്നുള്ളതിനെ സംബന്ധിച്ച് നിഷ്പക്ഷമായ ഒരു അന്വേഷണം നടത്തുവാൻ പോലീസ് തയ്യാറാകണം. അതിന് വേണ്ടുന്ന നിലയിൽ ലാൽകൃഷ്ണയുടെ കുടുംബം DGPക്ക് പരാതി നൽകിയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. SNDP യോഗം കടക്കൽ യൂണിയൻ്റെ ആവശ്യവും അതിനെ സംബന്ധിച്ച് നിഷ്പക്ഷവും നീതിയുക്തമായ ഒരു അന്വേഷണം നടത്തി ആ മരണത്തിൻ്റെ ദുരൂഹത, പൊതുസമൂഹത്തിലുള്ള ദുരൂഹത നീക്കുവാൻ ആവശ്യമായ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നാണ് എനിക്ക് ആവശ്യപ്പെടാറുള്ളത്. ഹെൽത്ത് ഇൻസ്പെക്ടർ ലാൽകൃഷ്ണയുടെ മരണത്തിൽ ദുരൂഹത ആരോപിക്കുകയാണ് അമ്മയും അനുജനും ബന്ധുക്കളും. സമഗ്രമായ പോലീസ് അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രിക്കും DGPക്കും പ്രതിപക്ഷ നേതാവടക്കം സ്ഥലം MP-ക്കും പരാതി കൊടുത്ത് മകന്റെ മരണത്തിന്റെ യഥാർത്ഥ സത്യം പുറത്തു കൊണ്ടുവരാൻ കാത്തിരിക്കുകയാണ് ആ അമ്മ. ചേച്ചിയുടെ മകന്റെ മരണം ശരിക്കും അത് ഈ വെള്ളത്തിൽ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലൊക്കെ പറയുന്നത് പോലെ പുറകോട്ട് മലർന്നു വീണ് മരിച്ചതാണെന്ന് ഒരുപക്ഷെ ആ റിപ്പോർട്ടിൽ പറയുന്നെങ്കിലും അത് പൂർണ്ണമായും വിശ്വസിക്കാൻ കഴിയുന്നില്ല. എന്തുകൊണ്ട് ചേച്ചിക്ക് ഇത് പറ്റുന്നില്ല? മുട്ടിനൊപ്പം വെള്ളത്തിൽ വീണ് മരിച്ചെന്ന് പറയാൻ എൻ്റെ മോന് 172 സെന്റിമീറ്റർ പൊക്കമുണ്ട്. ആ ഇത്രയും പൊക്കമുള്ള ഒരാൾ 1 മിനിറ്റ് കൊണ്ട് എന്തായാലും വെള്ളത്തിൽ വീണാൽ മരിക്കൂലല്ലോ. അതാണ് എനിക്ക് ഒന്നാമത്തെ സംശയം. ഇതിൽ ആരെയൊക്കെ ചേച്ചി സംശയിക്കുന്നത്? പിന്നെ കടയ്ക്കൽ ജനതാ മെഡിക്കൽ സ്റ്റോറിലെ പ്രശാന്തന്റെ മകൻ പ്രണവ്, അജിത്ത്, അജിൻ, അഭിഷേക്, മണികണ്ഠൻ, ഈ 5 പേർക്കൊപ്പമാണ് എൻ്റെ മോൻ പോയത്. ആരാ ഈ മോനെ ഇവിടെ വിളിച്ചുകൊണ്ട് പോയത്? പ്രണവാണ് ഫോൺ ചെയ്ത് മോൻ ഇവിടെ നിന്ന് രാവിലെയല്ല 10 മണിയായി. 10 മണിയായപ്പോഴും ഇവിടെ നിന്ന് ബൈക്കിൽ കടയ്ക്കൽ ചെന്ന്, കടയ്ക്കൽ നിന്ന് അവരെ കാറിലാണ് ഇവർ 6 പേരും കൂടെ പോയത്. എവിടെ പോകുന്നു പറഞ്ഞിട്ട് അവര്? മോൻ പറഞ്ഞത് കറങ്ങാൻ പോണെന്നാണ് പറഞ്ഞത്. മൺട്രോത്തുരുത്തിലേക്കാന്ന് പറഞ്ഞത്? ഇല്ല, മൺട്രോത്തുരുത്തിലാണെന്നൊന്നും പറഞ്ഞില്ല. പിന്നീടാണ് നമ്മൾ അറിഞ്ഞത് മൺട്രോത്തുരുത്തിലാണ് പോയത്. അവിടെ വെച്ച് മോന് കൂട്ടുകാർ പറഞ്ഞത് ഫിക്സ് വന്ന് വെള്ളത്തിൽ വീണപ്പോൾ ഫിക്സ് വന്ന് മരിച്ച്, പിന്നെ അറ്റാക്ക് വന്ന് മരിച്ചെന്ന് പറഞ്ഞു. സെൽഫി എടുക്കാൻ ബോട്ടിൽ നിന്നപ്പോൾ വെള്ളത്തിൽ വീണ് മരിച്ചു എന്ന് പറഞ്ഞു. എന്തായാലും ബോട്ടിൽ നിന്ന് സെൽഫി എടുത്ത് വെള്ളത്തിൽ വീണെങ്കിലും മോന്റെ ഫോണല്ലേ മുമ്പേ പോകാനുള്ളത്. ഫോണ് കൂട്ടുകാരുടെ കയ്യിലുണ്ട്. ഈ മരണത്തിന് ശേഷം അവരാരെങ്കിലും ഈ വീട്ടിൽ തിരിഞ്ഞു നോക്കിയിട്ടുണ്ടോ? ഇല്ല, എന്റെ മോൻ മരിച്ചാൽ അവർ ഇതുവരെ 5 പേരും വന്നിട്ടില്ല.
ഒന്ന് വിളിച്ചിട്ട് പോലും ഇല്ല. ഒന്ന് വിളിച്ചിട്ടുമില്ല, അവര് വന്നിട്ടുമില്ല. അതും എനിക്ക് സംശയമാണ്. ആദ്യം ചേച്ചി വിളിച്ച് ആരാ പറയുന്നത് ഫിക്സ് വന്ന് വെള്ളത്തിൽ വീണു? ഫിക്സ് വന്ന് ഈ മെഡിക്കൽ സ്റ്റോർ, ജനതാ മെഡിക്കൽ സ്റ്റോറിന്റെ ഉടമ പ്രശാന്തൻ പിന്നെ ഇവിടെ വന്ന് പറഞ്ഞത് മോന് ഫിക്സ് വന്ന് കുണ്ടറ ഹോസ്പിറ്റലിൽ കിടക്കുന്നത്. അന്നേരം ഞാൻ ഇവിടെ ഇല്ലായിരുന്നു, ഞാൻ കുമ്പളൊരു ആവശ്യത്തിന് പോയിരുന്നു. അമ്മയോടെയാണ് ഇവിടെ വന്ന് പറഞ്ഞത്. ഇതിനകത്ത് എന്തെങ്കിലും ഗൂഢാലോചന നടന്നിട്ടുള്ളതായിട്ട് എന്തെങ്കിലും ഫീൽ ചെയ്യുന്നുണ്ടോ? കാരണം ഈ മരണത്തിന് ശേഷം ഫിക്സ് വന്നു എന്ന് വിളിച്ചു പറയുന്നു, മുട്ടപ്പം വെള്ളത്തിൽ വീണു, പുറകോട്ട് വീണു. അല്ല, പിറകോട്ട് വീണാലും അവന് എന്നെക്കാളും നല്ല പൊക്കമുണ്ട്. പൊക്കമുള്ള ഒരാള് പിറകോട്ട് എത്ര നല്ല വെള്ളമുള്ള സ്ഥലത്തായാലും, എന്താ വെള്ളമുള്ള സ്ഥലത്തായാലും, തൊളിയുള്ള സ്ഥലത്തായാലും കൈ കുത്തി എല്ലാരും വീഴുള്ളൂ ബാക്കിലോട്ട്. എത്ര സ്പീഡിന് വീണാലും പെട്ടെന്ന് വീഴുന്നാലും നമ്മൾ ആരായാലും കൈ കുത്തിയ ബാക്കിലോട്ട് വീഴുള്ളൂ. പക്ഷെ അവൻ കൈ കുത്തിയിരുന്നെങ്കിലും അവൻ പൊങ്ങി നിന്നേനെ. വെള്ളത്തിന് മുട്ടിന് അത്രയും വെള്ളത്തിലുള്ള സ്ഥലത്ത് എന്തായാലും കൈയ്യും മുട്ടിന്റെ ഇത്ര വെള്ളം. എന്തായാലും ഈ മുട്ടപ്പം വെള്ളത്തില് പുറകോട്ട് മലർന്ന് ചേട്ടൻ വീഴുന്നു, ബാക്കിയുള്ള 4 പേരും കൂടെ അവിടെ നിൽക്കുന്നുണ്ട്. അവരാരും അല്ല, അവർ 5 പേരും ബോട്ടിലിരിക്കും പറഞ്ഞു. ഇവൻ വീണ് അവര് പറയുന്ന കഥയെ അമ്മക്ക് അറിയാമോ? വേറെ അവർക്ക് 5 പേർക്ക് അറിയാം ഇതെന്താണ് സംഭവിച്ചത്. ബോട്ടിലായിരുന്നു. മോൻ വീണ് പിറകോട്ട് വീണ് ഇങ്ങനെ കൈ പൊങ്ങി വന്നപ്പോ കൂടെ ഒരാളെ എടുത്ത് ചാടിയെന്നാണ് പറയുന്നത്. എന്നിട്ടും രക്ഷിക്കാൻ പറ്റിയില്ല. പക്ഷെ ഈ വള്ളക്കാരനും ഇതിൽ പ്രതിയാണ്. വള്ളക്കാരനും 2:30 മണിക്ക് ഈ സംഭവം നടക്കുന്നെങ്കിലും 3 മണിക്ക് തന്നെ അവരെല്ലാരും ഫോണില് ആദരാഞ്ജലിയും വന്നു. 3 മണിക്ക് കറക്റ്റ് 3 മണിയായപ്പോ ഈ പാങ്ങലുകാട് ഈ ഇവിടെയുള്ള എല്ലാരെയും ഫോണുകളിൽ ആദരാഞ്ജലിയും വന്നു. ഫോട്ടോ വെച്ച് ഇല്ല, ഞാൻ അറിയുന്നില്ല. മോൻ മരിച്ച ഒരു 6-6:30 ആയപ്പോഴാണ് എനിക്ക് ആൾക്കാർ കയറി വന്ന് നിന്ന് അപ്പോഴെനിക്ക് തനിയെ മനസ്സിലായതാണ് എന്റെ മോൻ മരിച്ചെന്നുള്ളത്. ഇവിടെ വന്ന് ഈ മെഡിക്കൽ സ്റ്റോറിന്റെ ഉടമ വന്നിട്ട് അമ്മയോട് എന്താ പറയുന്നത്? എൻ്റെ അടുത്ത് പറഞ്ഞ് ഈ ഇളയവൻ്റെ നമ്പർ കൊടുക്കണം. ഞാൻ പറഞ്ഞു കൊടുക്കാം. അപ്പോഴും ചോദിച്ചു മോന് ഫിക്സ് വന്നിട്ടുണ്ടോ? ഞാൻ പറഞ്ഞില്ല, മോൻ അങ്ങനെയൊന്നും വന്നിട്ടില്ല. നിങ്ങളെ കടയിൽ നിന്നപ്പോൾ വന്നില്ലല്ലോ, 2 വർഷത്തിൽ കൂടുതൽ നിന്ന് അവളെ ഫാർമസിസ്റ്റായിട്ട് നിന്നിട്ടുണ്ട്. അപ്പം പറഞ്ഞില്ല. പറഞ്ഞപ്പോൾ ഒറ്റയ്ക്ക് താമസിക്കുന്ന വീട്ടിൽ വെച്ച് ഇത് വന്നില്ലല്ലോ, പിന്നെ എങ്ങനെ ഇത് വന്ന് എന്ന് ചോദിച്ചിട്ട് ഇയാളൊന്നും മിണ്ടിയില്ല. മോനെ വിളിക്കാനായിട്ട് ഇറങ്ങി അങ്ങ് പോവുകയും ചെയ്തു. പിന്നെ മോൻ തോർത്തൊടുത്ത് കിടത്തിയിരുന്നതായിട്ട് ഫോട്ടോ മൊബൈലിൽ വന്നത്. മോനങ്ങനെ ഒരു തോർത്തൊടുക്കുന്ന ഒരു സൈസല്ല. അവൻ്റെ പാൻറ്റും ഷർട്ടും ഒക്കെ അവൻ അങ്ങനെ ആരെങ്കിലും വന്നാൽ തന്നെ ഷർട്ടില്ലെങ്കിൽ അവൻ വെളിയിൽ ഇറങ്ങില്ല. അവനാണ് തോർത്തൊടുത്ത് കിടത്തി അവർ മൊബൈലിൽ ഫോട്ടോ എടുത്തിട്ടിരുന്നെന്ന് പറയുന്നത്. ഞങ്ങളത് കണ്ടില്ല. വാങ്ങിയെന്നാണ് അവര് പറഞ്ഞത്. അവര് അവിടെ ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടി പോയത്. ഇവര് ഉച്ചയൊക്കെ അങ്ങ് എത്തി. അവരാണ് പറഞ്ഞത്. അവരുടെ കൂടെ പോയ ഏതോ രണ്ടനാണെന്ന് തോന്നുന്നു, എനിക്കറിയത്തില്ല. അവരങ്ങ് എത്തിയിട്ട് അവര് ഫുഡ് കഴിച്ചു. അവിടെ കയറി ഫുഡ് കഴിച്ചിട്ട് അവര് ജസ്റ്റ് ഒന്ന് കറങ്ങാൻ ഇറങ്ങിയതാന്ന് പറയും. എന്നിട്ട് ഇറക്കി വെച്ചാണ്ട് ഫോട്ടോ എടുക്കാനായിട്ട് അവൻ ഡ്രസ്സ് മാറി തോർത്ത് കൊടുത്ത് ഇറങ്ങിയതാണ് പറഞ്ഞത്. വള്ളക്കാരൻ്റെതാണ് തോർത്ത് മേടിച്ചതെന്ന് അവരുടെ അടുത്ത് പറഞ്ഞു. FIR ഇപ്പൊ പറഞ്ഞേക്കുന്നത് അവര് അപ്പം മുങ്ങി മരിച്ചെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ. പക്ഷെ FIR തന്നെ ഇപ്പം തിരുത്തുണ്ട്. അതിൻ്റെ അകത്ത് അവൻ മരിച്ചേക്കുന്നത് 5/11/2023 11-ാം മാസം നവംബറിൽ. പക്ഷെ ഇതിന്റെ അകത്ത് FIR പറഞ്ഞേക്കുന്നത് 5/10/2023 എന്നാണ്. അത് എന്തുകൊണ്ടാണ് ഈ തെറ്റ്? 1 മാസം പറയില്ല. എന്തുകൊണ്ടാണ് ഈ തെറ്റ്? അപ്പം പ്രതികളെ രക്ഷിക്കാനാണ്, അതേ അവർക്ക് തെറ്റ് വന്നതാണെന്ന് എനിക്കിപ്പോൾ അറിയത്തില്ല. അത്രയും വെള്ളമുള്ള ഒരു സ്ഥലത്ത് ഇതുവരെ ഇങ്ങനെ ആരും മുങ്ങി മരിച്ച് ഞാൻ കേട്ടിട്ടില്ല. അത് മാത്രമല്ല, അവന് നല്ല പൊക്കമുണ്ട്, അവന് അത്രയും ആരോഗ്യമുണ്ട്. എങ്ങനെയൊക്കെ വീണാലും അവന് നിൽക്കാനുള്ള സാധ്യത ഉണ്ടെന്ന് എനിക്കറിയാം. പിന്നെ കൂടെ പോയ കൂട്ടുകാര് എങ്ങനെയുള്ളതാണെന്ന് എനിക്ക് അറിയത്തില്ല. ബാക്ക്ഗ്രൗണ്ട് ഒന്നും എനിക്ക് അറിയത്തില്ല. ഈ ലാൽകൃഷ്ണയുടെ മരണത്തിൽ ഇത്രയേറെ ദുരൂഹത ഉണ്ടെന്നും ഈ കേസ് ഒരുപക്ഷെ അട്ടിമറിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് പോകുന്നതെന്ന് ചേച്ചിക്ക് സംശയമുണ്ട്. എന്താ അങ്ങനെ ഒരു ചിന്ത ഉണ്ടാവാൻ കാര്യം? ഈ പറയുന്ന മൺട്രോത്തുരുത്ത് പോലീസിന്റെ ഭാഗത്ത് നിന്ന് നീതി ലഭിക്കും എന്ന്, ഇതിന്റെ യഥാർത്ഥ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരും എന്ന് വിശ്വാസമുണ്ടോ? മൺട്രോത്തുരുത്തിലെ പോലീസിന്റെ ഭാഗത്ത് പിന്നെ അന്വേഷണത്തിന് അനാസ്ഥയുണ്ട്. അവര് FIR തന്നെ എൻ്റെ മോൻ 5/11/2023 മരിച്ചിരിക്കുന്നത്. ഇതിൽ അവരെ FIR കിടക്കുന്ന 5/10/2023 എന്നാണ്. അന്ന് എൻ്റെ മോൻ പിന്നെ ഡ്യൂട്ടിയിലാണ്. അത് തന്നെ എനിക്ക് ദുരൂഹതയാണ്. അന്വേഷണം പിന്നെ ഇവര് തെക്കുംഭാഗം പോലീസ് അന്വേഷണം അത് നല്ല രീതിയിലല്ല. തെക്കുംഭാഗം പോലീസിന്റെ ഭാഗത്ത് വീഴ്ച പോലീസ് പറഞ്ഞത് മുട്ടിനൊപ്പം വെള്ളത്തില് മലർന്ന് വീണ് മരിച്ചതെന്നാണ് പറയുന്നത്. അതിൽ തന്നെ ദുരൂഹതയുണ്ട്. ആ SI പറഞ്ഞതിൽ തന്നെ.
ഇത്രയും പൊക്കമുള്ള ഒരു എന്റെ മോൻ 172 സെന്റിമീറ്റർ പൊക്കമുള്ള മുട്ടിനൊപ്പം വെള്ളത്തിൽ മലർന്നു വീണെങ്ങനെയാണ്? എന്നാലും കൂട്ടുകാർ 5 പേരുണ്ട്, വള്ളക്കാരനും ഉണ്ട്, ഇവർക്ക് രക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്നാണ് തെക്കുംപാം പോലീസ് സ്റ്റേഷനിൽ. ഈ വള്ളക്കാര് കൂടെ പോയ യുവമാരെല്ലാം നോക്കിക്കൊണ്ട് നിന്നായിരിക്കും, അവര് നോക്കിക്കൊണ്ട് നിന്നായിരിക്കും. എന്റെ മോൻ മുട്ടിനൊപ്പം വെള്ളത്തിൽ മലർന്ന് വീണെന്ന് പറഞ്ഞു. എന്തായാലും 1 മിനിറ്റ് കൊണ്ട് തൊളിയും വെള്ളവും കയറൂലല്ലോ, സാധ്യതയില്ല. അപ്പൊ പിന്നെ എങ്ങനെയാണ് മരിച്ചെന്നുള്ള അവിടുത്തെ പോലീസുകാർ അന്വേഷിച്ചില്ല. അതാണ് ഒന്നാമത്. മോന്റെ മരണ ദുരൂഹത ഉള്ളതുകൊണ്ട് ഞാൻ ഗവർണർക്കും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്, DGPക്ക്, MP-ക്കും പരാതി കൊടുത്തിട്ടുണ്ട്. ഇതിൽ നല്ല രീതിയിൽ അന്വേഷിക്കണം. എനിക്കിത് എങ്ങനെ മരിച്ചെന്നുള്ളത് എനിക്ക് അറിയണം. ഈ പ്രാദേശിക നേതാക്കന്മാരുടെ, പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള ആളുകളുടെ എതിർപ്പുകൾ നിങ്ങൾക്ക് ഈ പോലീസ് സ്റ്റേഷനിലും അതുപോലെ ജില്ലാ ആശുപത്രിയിലും ഒക്കെ ഉണ്ടായോ? ആ സംഭവം ഒന്ന് ചുരുക്കി പറയാം. പോലീസ് സ്റ്റേഷനിൽ ഞങ്ങളവിടെ ചെല്ലുകയും ഞാനും സൂര്യയും എൻ്റെ സഹപ്രവർത്തകനായ കുമിൾ ഷമീറും ഉണ്ടായിരുന്നു. ഞങ്ങൾ പരാതി കൊടുക്കാൻ തയ്യാറാകുകയും ആ സമയത്ത് എന്തിനാണ് നിങ്ങൾ പരാതി കൊടുക്കുന്നതെന്ന് ഈ വന്ന ഇവിടെയുള്ള മറ്റ് പൊതുപ്രവർത്തകർ ഞങ്ങളോട് ചോദിക്കുകയുണ്ടായി. പക്ഷേ അവിടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥർ അവിടെയുള്ള SHOയുമായിട്ട് ബന്ധപ്പെടുകയും അവിടുത്തെ ദിനേശൻ സാറുമായിട്ട് ബന്ധപ്പെടുകയും പരാതി സ്വീകരിക്കുകയാണ് ഉണ്ടായത്. അത് കഴിഞ്ഞ് അവിടെ വെച്ച് നമ്മൾ സ്വരച്ചേർച്ചയില്ലാതെയാണ് മുന്നോട്ട് കാര്യങ്ങൾ കൊണ്ടുപോയി. ഇതേ സാഹചര്യം ജില്ലാ ഹോസ്പിറ്റലിലും ഉണ്ടായി. അവിടെയും ഞങ്ങൾ ചെല്ലുകയും ഞങ്ങൾ സുതാര്യമായ രീതിയിൽ അന്വേഷണം നടത്തണമെന്ന് ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെടുമ്പോൾ സുതാര്യതയിൽ എന്ത് പ്രശ്നമാണുള്ളത് എന്ന് നമ്മളോട് ചോദ്യം ചെയ്യുകയും അവിടെ വെച്ചും തർക്കിക്കുവാനാണ് അവർ നമ്മളോട് ശ്രമിച്ചിട്ടുള്ളത്. ഇതിൽ നിന്നൊക്കെ ഞങ്ങൾ ദുരൂഹത കാണുന്നുണ്ട്. തുടക്കം മുതലേ നമുക്ക് ഇതിൽ സംശയങ്ങളും ദുരൂഹതകളും ഏറെയുണ്ട്. കാര്യം ഈ അവിടെ പോലീസിനെ സ്വാധീനിച്ചിട്ടുണ്ടോ ഈ പേരൻസ്, ഏത് രീതിയിൽ ഉന്നത ആളുകളുടെ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ടോ, മൊത്തത്തിലൊരു ദുരൂഹതയാണ്. കാരണം ഈ മുട്ടോളം വെള്ളമുള്ള ഭാഗത്ത് ഒരു കാരണവശാലും ഇത്രയും ആരോഗ്യമുള്ള ഒരു ലാൽകൃഷ്ണ എന്ന് പറഞ്ഞ ഒരു ഹെൽത്ത് ഇൻസ്പെക്ടർ മരിക്കുവാൻ യാതൊരു സാധ്യതയുമില്ല. അപ്പോൾ കൂടെ ഉണ്ടായിരുന്ന കുട്ടികൾ രക്ഷപ്പെടുത്തുവാൻ ശ്രമിച്ചിട്ടുമില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഇതിൽ അടിമുടി ദുരൂഹത എന്നാണ് എനിക്ക് പറയുവാനുള്ളത്. അതുപോലെ തോർത്ത് ഉടുത്തിരുന്നതുമായി ബന്ധപ്പെട്ടും സംശയങ്ങളുണ്ട്. പിന്നെ മൊബൈല് വെള്ളത്തിൽ വീണിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും മൊബൈലിൽ വെള്ളമോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്ന ഒരു മൊബൈലാണ് തിരിച്ചു കിട്ടിയിട്ടുള്ളത്. മൊത്തത്തിൽ അതായത് പലരും പറയുന്ന ആ മൊഴികളുടെ അടിസ്ഥാനത്തിൽ അറിഞ്ഞിടത്തോളവും ഇതിൽ ദുരൂഹതയുണ്ട്. ഉന്നതരുടെ ഇടപെടലുകൾ ഇതിൽ ഉണ്ടായിട്ടുണ്ട്. മറ്റുള്ള കുട്ടികളെ രക്ഷപ്പെടുത്താൻ ശ്രമം നടത്തിയിട്ടുണ്ട് എന്നൊരു സംശയമാണ് ഇപ്പോൾ ഉള്ളത്. ലാൽകൃഷ്ണയുടെ മരണവാർത്ത അറിഞ്ഞ നിമിഷം മുതൽ പോസ്റ്റ്മോർട്ടം നടപടികൾക്കും എല്ലാ കാര്യങ്ങൾക്കും ഒപ്പമുണ്ടായിരുന്ന ഒരു പൊതുപ്രവർത്തകൻ ഷാനവാസ് നമ്മളോടൊപ്പം ചേരുകയാണ്. ലാൽകൃഷ്ണയുടെ മരണവുമായി ബന്ധപ്പെട്ട് ചില ദുരൂഹതകൾ ഉള്ളതിനാൽ പ്രതിപക്ഷ നേതാവിനും ഗവർണർക്കും DGPക്കും NK പ്രേമചന്ദ്രൻ MP-ക്കും പരാതികൾ നൽകിയിട്ടുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നല്ല ഒരു അന്വേഷണം നടത്തണമെന്നാണ് പൊതുപ്രവർത്തകൻ എന്നുള്ള ലെവൽ എനിക്ക് പറയാനുള്ളത്. ഇതിൽ ചില ദുരൂഹതകളുണ്ട്. ഇതിൻ്റെ FIR വായിക്കപ്പോൾ തന്നെ 10/5 ഈ ലാൽകൃഷ്ണ സീതത്തോട് ഹെൽത്ത് ഇൻസ്പെക്ടറായി ജോലി ചെയ്ത് നോക്കുകയാണ്. 11/5 കാലത്താണ് ഇവിടെ നിന്ന് കൊല്ലത്തേക്ക് പോകുന്നത്. അന്നാണ് മരണപ്പെട്ടു എന്ന് അറിയുന്നത്. പക്ഷേ FIR-ൽ കാണുന്നത് 10/5 എന്നുള്ളതാണ്. അതിൽ തന്നെ ഒരു ചെറിയ ദുരൂഹതയുണ്ട്. പിന്നെ അവിടുത്തെ SHO അവിടുത്തെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞത് മുട്ടിനൊപ്പം വെള്ളമുള്ളെടുത്ത് ബാക്കിലോട്ട് ചെരിഞ്ഞ് മരിച്ചു എന്നാണ് പറയുന്നത്. പക്ഷേ അത് 172 സെന്റിമീറ്ററുള്ള പയ്യൻ ബാക്കിലോട്ട് ചെരിഞ്ഞ് വീണ് മുട്ടിനൊപ്പമുള്ള വെള്ളം ഉള്ളെടുത്ത് എങ്ങനെ വീണ് മരിക്കും? ഇതാണ് നമ്മുടെ ഒരു ആശങ്ക. ഇതിനെതിരെയാണ് ശക്തമായ ഒരു അന്വേഷണം നടത്തി നിയമത്തിന്റെ മുന്നിൽ ഈ പ്രതികളെ കൊണ്ടുവരണമെന്ന് പറയുന്നത്. ലാൽകൃഷ്ണയുടെ ശവകുടീരത്തിന് മുന്നിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ചെറുപ്പക്കാരനായ ഒരു ഹെൽത്ത് ഇൻസ്പെക്ടർ സുഹൃത്തുക്കൾക്കൊപ്പം ഉല്ലാസയാത്രയ്ക്ക് പോയതാണ് മണ്ടോത്തുരുത്തിൽ. ഒടുവിൽ ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് പുറകോട്ട് മലർന്നു വീണ് മുട്ടപ്പം വെള്ളത്തിൽ മരണപ്പെട്ടു എന്നാണ്. എങ്ങനെ നമുക്ക് വിശ്വസിക്കാൻ പറ്റും? മുട്ടപ്പം വെള്ളത്തിൽ ഒരു ചെറുപ്പക്കാരൻ പുറകോട്ട് മലർന്നു വീണ് മരണപ്പെട്ടു എന്ന് പറയുമ്പോൾ ചില ചോദ്യങ്ങൾ ബാക്കിയാവുകയാണ്. ഒരുപക്ഷെ ഉത്തരങ്ങൾ കണ്ടെത്തേണ്ട ചില ചോദ്യങ്ങളുമാണ്.
ലാൽകൃഷ്ണ വെള്ളത്തിൽ വീഴുമ്പോൾ ഒപ്പമുണ്ടായിരുന്ന കൂട്ടുകാർ എന്ത് ചെയ്യുകയായിരുന്നു? അതിൽ ഒരു വള്ളക്കാരനുമുണ്ട്. ഒരുപക്ഷെ ഈ അമ്മയും സഹോദരനും ഒക്കെ പറയുന്നത് ശരിയാണെങ്കിൽ ഒപ്പമുണ്ടായിരുന്ന ആളുകളെയും കൂട്ടുകാരെയും ആ വള്ളക്കാരനെയും വേണ്ട രീതിയിൽ ഒന്ന് ക്വസ്റ്റ്യൻ ചെയ്താൽ ഈ സംഭവത്തിന്റെ യഥാർത്ഥ സത്യം പുറത്തു വരും. അവിടെയും തെക്കുംഭാഗം പോലീസ് അലംഭാവം കാണിക്കുന്നുവെന്ന് ഈ അമ്മ ഉറപ്പിച്ചു പറയുകയാണ്. പോലീസിന്റെ അന്വേഷണത്തിൽ തൃപ്തിയില്ലാത്തതുകൊണ്ടാണ് ആ അമ്മ ഗവർണർക്കും പ്രതിപക്ഷ നേതാവിനും DGPക്ക് അടക്കമുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരാതി കൊടുത്തതും ജനപ്രതിനിധികൾക്ക് പരാതി കൊടുത്ത് കാത്തിരിക്കുകയാണ് ആ അമ്മയുടെ മകൻ എന്ത് സംഭവിച്ചു എന്ന് അറിയാൻ. അതുതന്നെയാണ് ഞങ്ങൾക്കും അറിയേണ്ടത്.